ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും കൂടെ കടക്കുകയാണ്. ഒരു യാത്ര, ചെറിയൊരു യാത്ര, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒന്ന് സഞ്ചരിക്കാൻ ഇറങ്ങിയതാണ്. ആ സമയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിശബ്ദരായിട്ട് നടന്നു പോവുകയാണ്. ആ സമയമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു പോവുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉസ്മാൻ, നമ്മൾ എപ്പം നടന്നു പോയാലും ഒരുപാട് കഥകൾ പറയാറുണ്ടല്ലോ, പടച്ചവന്റെ ഖുർആനെ പറ്റി പറയാറുണ്ടല്ലോ, നിസ്കാരത്തെ പറ്റി പറയാറുണ്ടല്ലോ, റബ്ബിന്റെ ദീനിനെ സഹായിക്കുന്നതിനെ പറ്റി പറയാറുണ്ടല്ലോ. ഇന്നെന്തേ നിങ്ങൾ നിശബ്ദരായിട്ട് നടന്നു പോകുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു പോകുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അലിയേ, ഇതേതാ മാസമെന്നറിയോ? ശഹ്റു റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ്. എന്തേ ഉസ്മാനെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇതിപ്പോഴൊന്നുമല്ലല്ലോ, പിന്നെന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? പരിശുദ്ധമാക്കപ്പെട്ട റമളാനാ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉടൻ തന്നെ പറയുന്നു, അലിയേ, ഈ റമളാൻ നമ്മൾ പാഴാക്കുന്നവരാണോ? ഈ റമളാൻ നമ്മൾ കൊന്നുകളയുന്നവരാണോ? റമളാനിന്റെ പകലുകളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാണോ? പടച്ച റബ്ബേ, അവിടുന്ന് പറയുന്ന അലിയാര് തങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10 പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, മഗ്ഫിറത്തിന്റെ 10 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നരകമോചനത്തിന്റെ 10 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, റഹ്മത്തിന്റെ 10 സലാം പറഞ്ഞ് പിരിയുന്ന സമയത്തോ അവിടെ അലിയാർ തങ്ങളുടെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെയും യാത്ര, അവിടെ റഹ്മത്തിന്റെ 10 സലാം പറയുന്ന സമയത്താണ്. അവിടെ ചോദിക്കുന്നു, അല്ല അലിയേ, അല്ലാഹുവിന്റെ റഹ്മത്തതാ കടന്നു പോവുകയാണ്, പടച്ചവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചോ? അലിയേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു വാക്ക് ഉസ്മാൻ തങ്ങൾ പറയുമ്പോ അലിയാര് തങ്ങളുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിറങ്ങുകയാണ്. അവിടെന്ന് പറയുന്നു, ഉസ്മാൻ, ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടല്ല, ഈ അലിയാർക്ക് പടച്ച റബ്ബിന്റെ റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സന്തോഷം ലഭിച്ചിട്ടുണ്ടോ? അറിയില്ല ഉസ്മാൻ. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 4 ചോദ്യങ്ങൾ നിങ്ങളിലുണ്ടോ? ഈ 4 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എനിക്ക് അലിയേ വേണ്ടുന്ന കോലത്തിൽ തന്നുപോയാ അൽഹംദുലില്ലാഹ്, നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷിക്കാം, പടച്ചവന്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചെന്ന് സന്തോഷിക്കാം. ഉടൻ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നിറഞ്ഞു കഴുകുന്ന കണ്ണുകളോടെ അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്, പറയുവോ ആ ഉള്ള 4 ചോദ്യങ്ങള്, ആ ഉള്ള 4 ചോദ്യങ്ങൾ പറയുവോ? ഒന്നാമത്തെ ചോദ്യം ഏതാണ്? എവിടെ പ്രഭാഷണങ്ങൾ നടത്തിയാലും, എവിടെ അല്ലാഹുവേ വാദ് നടത്തിയാലും, റമളാനിന്റെ പ്രഭാഷണത്തിൽ ഉസ്താദുമാര് കൂടുതൽ ചർച്ചകൾ ചെയ്യുന്നത് നമ്മുടെ നാവിനെ പറ്റിയാണ്, നമ്മുടെ നാവിനെ പറ്റിയാണ്, നമ്മുടെ ശരീരങ്ങളെ പറ്റിയാണ്, നമ്മുടെ കണ്ണിനെ പറ്റിയാണ്, നമ്മുടെ ഖൽബിനെ പറ്റിയാണ്. എന്നാൽ അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് അവിടെ ആദ്യം ചോദിച്ചു പോയത്, അലിയേ, നിന്റെ നാവിനെ സൂക്ഷിച്ചവനാണോ? പെങ്ങളെ, ഉസ്താദുമാര് വാദ് പറഞ്ഞ് കേട്ടതാണ്, ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകൂല, പെട്ടെന്ന് വിഷയങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. അവിടെ ഒന്നാമത്തെ ചോദ്യം, അലിയേ, നിങ്ങൾ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ പടച്ചവന്റെ പരിശുദ്ധമായ റമളാൻ നിങ്ങളിലേക്കൊന്ന് കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡില്, മണിക്കൂറിന്റെ കഥയല്ല, ദിവസത്തിന്റെ കഥയല്ല, ഉസ്താദുകൾ ചോദിക്കും,
ചോദിക്കുകയാണ്, അലിയേ, ഏതെങ്കിലും ഒരു സെക്കൻഡില് ആരെ പറ്റിയെങ്കിലും വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കൂല അലിയേ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് കേട്ടവരുമാണ് ഇപ്പൊ നാവിനെ പറ്റി. അതിലേക്കൊന്നും അതുകൊണ്ട് ഒരുപാട് പോകുന്നില്ല. അലിയെ, നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അലിയും ഫിൽ ജന്ന അല്ലേ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن في العشير الكرم. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 മഹാരഥന്മാരിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആലിയാർ തങ്ങളോടാ ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലും അറിയാതെ ആരോടെങ്കിലും ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ സന്തോഷിച്ചോളി, നിങ്ങൾക്ക് ഉറപ്പല്ലേ അലിയെ? എനിക്കുറപ്പാണ്, ഞാൻ ആരെയൊന്നും പറഞ്ഞിട്ടില്ല. പള്ളിക്കാരെയും പറഞ്ഞിട്ടില്ല, ഇമാമിനെയും പറഞ്ഞിട്ടില്ല, അയൽവാസിയും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരെയും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനെ പറ്റിയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ അലിയെ നിങ്ങൾ പേടിക്കണ്ട, പെങ്ങളെ, ഗൗരവമാണ്, നാവ് വലിയ ഗൗരവമാണ്. എന്തിനേറെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കാൻ, ബാപ്പമാര് കേൾക്കാൻ ഞാനെന്ന് പറയട്ടെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണെങ്കിൽ പോലും നമ്മളും ഒരുമിച്ച് കൂടിയാൽ പടച്ചവന് അല്ലാഹുവേ എത്രയോ കുറ്റങ്ങളാ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആരെ പറ്റിയെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, ഗീബത്ത് പറഞ്ഞാ 10 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. ജീവിതത്തിൽ എപ്പോഴുമല്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം നിങ്ങൾ ഗീബത്ത് പറഞ്ഞവരാണോ? എന്റെ ഉമ്മ, വല്ലാത്ത പ്രയാസമാ. അല്ലാഹു തരുന്ന 10 പരീക്ഷണങ്ങൾ ഏതെന്നറിയോ? യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. പടച്ചവനെ, നമുക്കൊക്കെ ആദ്യമായി കിട്ടിയിട്ടുള്ളത് ഏതാണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10. പടച്ചവന്റെ റഹ്മത്തിന്റെ 10. എന്നാൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരുത്തനെ പറ്റി ഗീബത്ത് പറഞ്ഞ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടവൻ വിദൂരത്താണ്, അവനിക്ക് പടച്ചവന്റെ റഹ്മത്ത് ലഭിക്കില്ല. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തതോ, യഖ്തഉൽ മലായികതു അൻഹു സുഹബാ. പടച്ചവന്റെ മാലാഖമാര് അവനുമായി സഹവസിക്കില്ല. പടച്ചവന്റെ മാലാഖമാര് നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീടാണോ? ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന വഴിയോരമാണോ? പടച്ചവനെ, റഹ്മത്തിന്റെ മാലാഖമാര് നിങ്ങളുടെ ചാരത്തേക്ക് വരൂല്ല. നമ്മുടെ ഇടതും വലതുമുള്ള 2 മാലാഖമാര് ഒഴിച്ച് ബാക്കി ഒരൊറ്റ മാലാഖമാര് പോലും ഗീബത്ത് ദിവസത്തിലല്ല, അല്ലാഹുവേ ജീവിതത്തിൽ ഒരു വട്ടം പറഞ്ഞവരാണ്. പക്ഷെ അവൻ തൗബ ചെയ്തിട്ടില്ല. പറ്റി പറഞ്ഞവനോട് അല്ലാഹ് ചെന്നിട്ട് പൊരുത്തവും പിടിപ്പിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ മാലാഖമാര് അവനുമായി സഹവസിക്കൂല. യഖൂലു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. പടച്ചവനെ, ഗൗരവമാണ് ചെറുപ്പക്കാരാ. കാര്യം നിസ്സാരമാണെങ്കിലും കാര്യം ഗൗരവമാണ്. യഖൂലു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. അവന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വന്നിട്ട് പിടിക്കുന്ന സമയമുണ്ടല്ലോ. പടച്ചവനെ, ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് വല്ലാത്ത കാഠിന്യമാണ്, വല്ലാത്ത
നൊമ്പരമാണ്, വല്ലാത്ത ദുഃഖമാണ്. മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരൻ പോലും ലോകത്തും ഇവിടെ പറയുന്ന സമയത്ത് കരഞ്ഞല്ലോ. കരഞ്ഞിട്ട് പറഞ്ഞല്ല, റബ്ബേ ഈ റൂഹ് പിടിക്കുന്നത് മുഹമ്മദ് നബിയുടെ റൂഹാണല്ല റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മദീനത്തിന്റെ മുത്ത് പോലും കരഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബ് നമുക്ക് തന്നുപോയ നിഅമത്താ നമ്മുടെ നാവ്. ആ നാവ് കൊണ്ട് ആരെയെങ്കിലും പറ്റി ഒരൊറ്റവട്ടം ഗീബത്ത് പറഞ്ഞ അവന്റെ മരണത്തിന്റെ സമയത്ത് കാഠിന്യമാണ്, അവനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ കരയുന്നുണ്ട്, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരയുന്നുണ്ട്. പടച്ച റബ്ബേ നിന്റെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഓതുമ്പോഴാകട്ടെ അതിനകത്തൊക്കെ നമ്മൾ പറയുന്നത് റബ്ബേ മിൻ അദാബിന്നാർ, നിന്റെ നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ പറഞ്ഞു പോകുന്നതെങ്കിൽ എന്റെ പെങ്ങളെ, ഒരൊറ്റ വെട്ടം നമ്മൾ ഗീബത്ത് പറഞ്ഞൊരു പെണ്ണാണോ, ഗീബത്ത് പറഞ്ഞ ചെറുപ്പക്കാരനാണോ, ഗീബത്ത് പറഞ്ഞ ബാപ്പയാണോ, എന്നാൽ അല്ലാഹു തആല തരുന്ന ശിക്ഷ ഏതെന്നറിയോ? യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അവൻ അടുത്തവനാണ്, നരകത്തിലേക്ക് അവൻ അടുപ്പിക്കുകയാ. പിന്നെയോ യസീറു ബഈദൻ മിനൽ ജന്നാ. പടച്ചവനെ, സ്വർഗത്തിൽ നിന്നവൻ വിദൂരത്താണ്, സ്വർഗത്തിന്റെ ഫോട്ടോ അവനിക്ക് കാണിക്കൂല, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണിക്കൂല, ഖബറിന്റെ ഉള്ളിൽ സ്വർഗം കാണിക്കൂല, അല്ലാഹുവിന്റെ മഹ്ശറയിൽ സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് അവനെ കടത്തിവിടൂല്ല. അല്ലാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമതായി പറയുന്നതാണ് യസീറു ബഈദൻ മിനൽ ജന്നാ. പടച്ചവന്റെ സ്വർഗത്തെ ചോദിക്കണമെന്നാണല്ലോ. അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധമായ റമളാനിൽ ഓതുന്ന ചെറുപ്പക്കാരാ, ഓതുന്ന പെങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. പടച്ചവനെ, നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുകയാ. വഅഊദു ബിക മിനന്നാർ. നിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ പറ്റിയിട്ട് കാവല് ചോദിക്കുന്നെന്ന് പറഞ്ഞവരെ, പക്ഷേ ഗീബത്ത് പറഞ്ഞവരാണോ? എന്തേ പറഞ്ഞത്? യസീറു ബഈദ മിനൽ യസീറു ബഈദ മിനൽ ജന്നാ. പടച്ചവന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാണ്. ആറാമതായി പറഞ്ഞു എന്തെന്നറിയോ? ഇസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ. പടച്ചവനെ, പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നു. എല്ലാവരും പറയുന്നവൻ നല്ലവനാണ്, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ നോമ്പ് നോക്കുന്നവനാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവനാണ്, പടച്ചവന്റെ ദീനിന് വേണ്ടി ഒരുപാട് ഹദിയ ചെയ്യുന്നവനാണ്, ദീനിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവൻ കടന്നു പോകുന്നവനാണ്, അവനിക്ക് നല്ല മരണമാണ്. അവനെ പോലെ സന്തോഷമുണ്ടോ? അവന്റെ ഖബറല്ലാതെ പിന്നെ ആരുടെ ഖബറാണ് സ്വർഗമാവുക? എന്റെ പ്രിയമുള്ള ഉമ്മ, എപ്പോഴെങ്കിലും നമ്മൾ ഗീബത്ത് പറഞ്ഞ ഇസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ. ഖബറിന്റെ അദാബ് കാഠിന്യമാണ്. അവിടെ സന്തോഷമില്ല, നേരം പോക്കാക്കുന്ന മലക്കുകളില്ല, റഹ്മത്തിന്റെ മാടാളങ്ങൾ അല്ലാഹുവേ റഹ്മത്തിന്റെ കവാടങ്ങൾ അവിടെ തുറക്കൂല, അവിടെ വേദനാജനകമാണ്. ഏഴാമതായിട്ട് പറയുന്നതോ യുഹ്ബിതു അമലുഹു
അവന്റെ എല്ലാ അമലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. ഒന്നാമത്തെ ദിവസം മുതൽ ഈ ഒരു ഭാഗത്ത് കരിങ്കല്ലത്താണ്, ഈ ഒരു ഭാഗത്ത് അല്ലാഹുവേ പ്രഭാഷണമുണ്ടെന്നറിയുമ്പോ ഏത് ഉസ്താദുമാര് വന്നാലും ആവേശത്തോടെ ഓടി വരുന്ന ചെറുപ്പക്കാരാ, ഓടി വരുന്ന പെങ്ങളെ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന, ഒരുപാട് ആമീൻ പറയുന്നവരെ, എന്തിനേറെ പരിശുദ്ധമായ റമളാനെന്ന് കടന്നു വന്നപ്പോ പടച്ചവന്റെ ഖുർആന് ഒരു ഖത്തവും 2 ഖത്തവും 3 ഖത്തവുമൊക്കെ ഓതാന മനസ്സുകൊണ്ട് കരുതിയിട്ടിരിക്കുന്നവരെ, എത്രയോ ഖുർആൻ നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട്. പടച്ച റബ്ബ് നമുക്ക് പ്രായപൂർത്തി എപ്പോഴാ തന്നത്? ആ സമയം മുതൽ നമ്മൾ നിസ്കരിച്ചവരാ, നമ്മൾ നോമ്പെടുത്തവരാ, നമ്മൾ സ്വതക്ക ചെയ്തവരാ, നമ്മൾ സക്കാത്ത് കൊടുത്തവരാ, പടച്ചവന്റെ ദീനിന്റെ വഴികളിലൂടെ കടന്നു പോയവരാ. നമ്മൾ ഒരു ഗീബത്ത് പറഞ്ഞൊരു പെണ്ണായ, ഗീബത്ത് പറഞ്ഞ മനുഷ്യനായ പടച്ചവനെ യുഹിബ്ബു അമലുഹു, അവന്റെ മുഴുവൻ അമാലുകളും പടച്ച റബ്ബ് പൊളിച്ചു കളയുമെന്ന. പിന്നെയോ യതഅല്ലാ മിൻഹു റൂഹുൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മാവുമായി അവന്റെ ആത്മാവിന് യോജിക്കാൻ കഴിയില്ല, റസൂലുള്ളാഹിയോടൊപ്പം അവനിക്ക് ചേരാൻ കഴിയില്ല. പിന്നെയോ യുസ്ഖിത്തുല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവന്റെ മേൽ കാഠിന്യമാ, പടച്ചവന്റെ കോപത്താണ് അല്ലാഹുവിന്റെ കോപമാ. പിന്നെയോ യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമത്തി ഇൻദൽ മീസാൻ, പടച്ചവനെ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ, മഹ്ശറയിൽ വരുമ്പോ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അവനിക്ക് നന്മകളില്ല. പക്ഷേ ഒരുപാട് നിസ്കരിച്ചവനാണ്, ഒരുപാട് നോമ്പെടുത്തവനാണ്, ഒരുപാട് സ്വതക്ക ചെയ്തുകൊണ്ട് കടന്നു വന്നവനാണ്. പക്ഷേ ഒന്നുമില്ല, മുഫ്ലിസ, അവൻ പാപ്പരാട്. അവന്റെ അമാലുകൾ മറ്റുള്ളവന് കൊടുത്തു, അവന്റെ നിസ്കാരം മറ്റുള്ളവന് കൊടുത്തു, അവന്റെ നോമ്പുകൾ മറ്റുള്ളവന് കൊടുത്തു. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചവനാണോ? നിനക്ക് ഉറപ്പാണോ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചോ അലിയേ? ഞാനും നിങ്ങളൊക്കെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കടന്നു പോവാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങളൊക്കെ തന്നെയാണ് സ്വതക്ക ചെയ്തത്, ഒക്കെ ശരിയാണ്. ഒരുപാട് ഖുർആൻ ഓതി. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ വരുമ്പോ ആ റമളാനിന്റെ ഓരോ ദിവസങ്ങളും ചില ഉമ്മമാർ, ചില ചെറുപ്പക്കാർ, വാപ്പമാര് അടയാളം വെച്ചു. ഇത്ര പേജ് ഇത്ര ദിവസം ഓതണം, ഇത്ര പേജ് ഇത്ര ദിവസം ഓതണം, അടയാളപ്പെടുത്തി നമ്മൾ ഓതി. അങ്ങനെ 1 ഖത്തായി, 2 ഖത്തമായി, 3 ഖത്തമുകളായി, 4 ഖത്തമുകളായി. നമ്മുടെ പ്രതീക്ഷ എന്താ? അള്ളാന്റെ പൊരുത്താണ്, അള്ളാഹുവിന്റെ പൊരുത്താണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞേക്കല്ല. ആരാ ഇന്ന് ഫിത്നയും ഫസാദൊക്കെ ഉണ്ടാക്കുന്നവരാരാ? നിസ്കാരമില്ലാത്തവരൊന്നും അല്ലല്ലോ, നോമ്പില്ലാത്തവരൊന്നും അല്ലല്ലോ, സ്വതക്ക ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. ആരാ ഇന്നിപ്പോ ഇതിന്റെ പിന്നാലെ പോവാ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ, അതിനിപ്പോ നോമ്പ് നോറ്റവരാണെന്ന് പറഞ്ഞിട്ടില്ല, നോമ്പ് ഇല്ലാത്തവരാണെന്നും പറഞ്ഞിട്ടില്ല. മോശമായത് വിളിച്ചു പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്തൊരു ആനന്ദമാണ്. ആളുകളെ പറ്റി കുറ്റങ്ങൾ പറയാൻ, ഫിത്നകൾ പറയാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഏതെങ്കിലും ഒരു സാധു ഒന്ന് സഹായിക്കാൻ പോകുമ്പോ അതിനെ മുടക്കാനൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്റെ വാക്കല്ല, അവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, ചോദിച്ചു നോക്കി. റബ്ബിന്റെ ഖുർആനാണ് അല്ലേ? ആരെ പറയുന്ന ഫില്ലദീന ആമനൂ, അവര് വിശ്വസിച്ചവരാണ്.
നിസ്കരിച്ചവരാൻ, ഖുർആൻ ഓതിയവരാൻ, സദഖ ചെയ്തവരാൻ. നമ്മൾ തന്നെ ചിന്തിക്കും, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇന്ന് വരെ നമ്മൾ ഒരാളെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്? ഈ നിസ്കരിച്ചുണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. അതുപോലെ ഇപ്പൊ തറാവീഹ് നിസ്കരിച്ച് നേരെ പള്ളിയിൽ ഇറങ്ങിയപ്പോ അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ? നമ്മൾ നോമ്പ് നോറ്റു പോകുമ്പോ ഒരുപാട് നമ്മൾ സഹിച്ച് പിടിച്ചു വെക്കാൻ തോന്നി, നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ. ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ എടുത്ത്, പടച്ചോനെ റമളാനാണ് റബ്ബേ, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ആരെയാണോ കുറ്റപ്പെടുത്തിയത്, ആരെയാണോ കളിയാക്കിയത്, ആരെയാണോ മോശപ്പെടുത്തിയത്, അവരോട് തന്നെ ചെന്നിട്ട് പൊരുത്തം ചോദിക്കണം. അവര് പൊരുത്തപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊരുത്തപ്പെട്ടു തരുന്നത്. കേൾക്കുമ്പോ കാര്യം നിസ്സാരാണ്, പക്ഷെ കാര്യം ഗൗരവമാണ്. ഇവിടെ നമ്മൾ എന്തിനാപ്പോ ഈ കണ്ട നിസ്കാരങ്ങളും ഈ നോമ്പുകളും ഈ സ്വതക്കകളും ഒക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? നാളെ പടച്ചവന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാനാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ പൊന്നാര ചെറുപ്പക്കാര? അല്ല, നമുക്ക് അള്ളാന്റെ കൂലി കിട്ടാനാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന എന്തിനാ? ഞാൻ വരുന്നു എന്നുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നത്. നമുക്കൊക്കെ എന്ത് വിലയുള്ളത്? നിങ്ങൾ വന്നത് അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാനാണ്, അള്ളാഹുവിനോടുള്ള മഹബത്താണ്. നിങ്ങൾ വന്നിരുന്നു എന്തിന്? അള്ളാന്റെ പൊരുത്തം കിട്ടാൻ അല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ നേരെ ഇറങ്ങി, ഇവിടത്തെ വാദം കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് വേറെ ആരെങ്കിലും പറ്റി വല്ലതും പറഞ്ഞാലോ? നമ്മൾ ഇരുന്നതിന്റെ കൂലി നഷ്ടപ്പെട്ടില്ലേ? നമ്മൾ ഓതിയതിന്റെ കൂലി നഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ? എന്തിനാ നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്? നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ നമ്മുടെ നിസ്കാരം നമുക്ക് തന്നെ വേണ്ടേ? നമ്മുടെ നോമ്പ് നമുക്ക് തന്നെ വേണ്ടേ? നമ്മൾ ചെയ്തിട്ടുള്ള സ്വതക്കകൾ നമുക്ക് തന്നെ വേണ്ടേ? എങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാവിനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയ്, സ്വലാത്ത് കുറയ്ക്കല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൂക്ഷിക്കണം, ഒന്നും അറിയാതെ പറയരുത്. ചില ആളുകൾ ഒരു മനുഷ്യനെ പറ്റി അങ്ങോട്ട് പറയാന്നെ, അതിന് ഉള്ളതാണോ എന്ന് അറിയണ്ട, ഇല്ലാത്തതാണോ ഒന്നും അറിയണ്ട. എന്തിനേറെ ഞാൻ ഒരു കഥ പഠിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി പാതിരാത്രി കിടന്നുറങ്ങുമ്പോ സുലൈമാനുൽ ഖാനൂൻ ഒരു സ്വപ്നം കാണുകയാണ്. ഈ ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ കുത്തിവെക്കാനുള്ള, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ളതാണ്. സുലൈമാനുൽ ഖാനൂന് കണ്ടിട്ടുള്ള ആ സംഭവം ഏതെന്നറിയോ? ആ സ്വപ്നം ഏതെന്നറിയോ? സുലൈമാനുൽ ഖാനൂനേ, അതാ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ നാട്ടിലുള്ള ഒരാള് മരിച്ചിട്ടുണ്ട്, സുലൈമാനുൽ ഖാനൂൻ. അവനെ നിങ്ങളൊന്നെടുക്കണേ, അവനെ വന്ന് കുളിപ്പിക്കണേ, അവനെ വന്ന് മറമാടണേ. സുലൈമാനുൽ ഖാനൂൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഈ നാട്ടിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ സുലൈമാനുൽ ഖാനൂനോട് ആ നാട്ടുകാര് പറഞ്ഞു, രാജാവേ, നിങ്ങൾ അന്വേഷിക്കുന്ന കോലത്തിൽ ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ല. സുലൈമാനുൽ ഖാനൂന് കുറച്ച് മുൻകോപമുള്ള ആളാണ്. ഉടൻ തന്നെ സുലൈമാനുൽ ഖാനൂൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളാണോ പറഞ്ഞത് മരിച്ചിട്ടില്ലെന്ന്? ഇവിടെ മരിച്ചു എന്ന് എനിക്കറിയാമല്ലോ. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയുന്നു, തങ്ങളെ, ഇവിടെ ഒരാള് മരിച്ചിട്ടുണ്ട്. അവൻ കള്ളു കുടിച്ചവനാ, അവൻ വ്യഭിചരിച്ചവനാ, റബ്ബിനെ ഓർക്കാതെ കടന്നു പോയവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെ കുളിപ്പിക്കില്ല, ഞങ്ങൾ അവനെ പൊതിയില്ല, ഞങ്ങൾ അവനെ കബറടക്കില്ല. അല്ലാഹുവേ, സുലൈമാനുൽ ഖാനൂൻ അവിടെ നിന്ന് ചോദിച്ചു, ഇവന്റെ വീട് എവിടെയാണ്? ആളുകൾ കാണിച്ചു കൊടുത്ത കാണുന്ന പർവ്വതം കണ്ടോ, കാണുന്ന മലമുകൾ കണ്ടോ? ആ മലമുകളിലാണ് അവൻ താമസിക്കുന്നത്. അതുകൊണ്ട് അവിടത്തേക്കൊന്ന് കടന്നു പോകാൻ വേണ്ടി തീരുമാനിക്കുന്ന സുലൈമാനുൽ ഖാനൂൻ ആ കിടക്കുന്ന മനുഷ്യന്റെ ജനാസ എടുത്ത് തോളത്തേക്കിടുകയാ. ഒരു നാട്ടിന്റെ ഭരണാധികാരി ആ മനുഷ്യന്റെ മയ്യത്തെടുത്ത് തോളിലിട്ടു. പടച്ചവനേ, മലമുകളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. വീടിന്റെ വാതിലിൽ മുട്ടുമ്പോ
ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവള് കടന്നു വരികയാണ്. ഭാര്യ കടന്നു വന്നു. ഉടൻ തന്നെ ചോദിക്കുന്നു, ഈ മനുഷ്യനെ പെണ്ണെ നിനക്കറിയോ? അവിടെ നിന്ന് പറഞ്ഞ് എനിക്കറിയാ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അല്ലാ, എന്തേ എന്റെ ഭർത്താവിന് പറ്റിയത്? നിന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയി. പൊന്നുമോളെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ വന്നവനാണ്. നിന്റെ ഭർത്താവ് ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഞാൻ അവിടെ നിൽക്കുന്നവരോട് എന്തേ നിങ്ങൾ മയ്യത്തെടുക്കാത്തത്? എന്തേ നിങ്ങൾ കുളിപ്പിക്കാത്തത്? എന്തേ നിങ്ങൾ പൊതിയാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നാട്ടുകാരെന്നോട് പറഞ്ഞത് അവൻ വ്യഭിചരിക്കുന്നവനാണെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, കള്ളു കുടിച്ചുകൊണ്ട് വരുന്നവനെന്നാ പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലാ ഇന്ന് വരെ എന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ ഭർത്താവ് വ്യഭിചരിച്ചിട്ടില്ല, അതിന് പൂർണ്ണ ഉറപ്പെനിക്കുണ്ടേ. പടച്ചവനെ, സുലൈമാനുൽ ഖാനൂന് ചോദിച്ചു പോവുകയാണ്, എന്തേ നീ എങ്ങനെ പറയാനുള്ള കാരണം? നാട്ടുകാര് പറയുന്ന മറ്റൊന്നാണ്, ഭാര്യയാകുന്ന നീ പറയുന്ന മറ്റൊന്നാ. അവര് പറയുന്നതിൽ കാരണമുണ്ട് തങ്ങളെ. അപ്പോഴാണ് ചോദിക്കുന്നു, നിങ്ങളാരാണ്? നിങ്ങളാരാണ്? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഈ നാടിന്റെ ഭരണാധികാരി, ഞാൻ സുലൈമാനുൽ ഖാനൂനാണ്. എന്നാൽ അവിടെ നിൽക്കട്ടെ, കാര്യം പറയൂ. അവിടെ നിന്ന് പ്രിയപ്പെട്ടവള് പറഞ്ഞു, നാട്ടുകാര് പറയുന്നതിൽ കാരണമുണ്ട്. കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകാറുണ്ട്. ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് വന്നിട്ട് കല്ല് ഷാപ്പിലേക്കൊന്ന് കടന്നു പോവുകയാണ്. കല്ല് കച്ചവടം ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്റെ ഭർത്താവ് കടന്നു പോകും. അവിടെ ഉള്ള മുഴുവൻ കല്ലും അതാ വിലക്കെടുക്കുകയാണ്. അവിടെ ഉള്ള മുഴുവൻ കല്ലും വിലക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, വരുവോ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി വലിയ ഒരു കുഴി കാണിച്ചു കൊടുക്കുകയാ. ആ കല്ല് മുഴുവനും മേടിച്ച് ഈ കുഴിയിൽ കൊണ്ടുവന്ന് എന്റെ ഭർത്താവ് ഒഴിക്കാറുണ്ട്. ഞാനങ്ങനെ ചോദിക്കാറുണ്ട്, ഭർത്താവേ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഈ കല്ല് മുഴുവനും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒഴിക്കുന്ന കാരണം എന്താണ്? പൊന്നുമോളെ, ഇത് ഞാൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുഴിയിലേക്ക് ഒഴിച്ചാൽ ഇവിടെ ഉള്ള കുറെ ആളുകൾ കള്ളുകുടി ഒഴിവാക്കുമല്ലോ, പടച്ചവനെ ഓർക്കാനുള്ളൊരു അവസരം അവർക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് ഈ കള്ളു മുഴുവനും മേടിച്ചു കൊണ്ടുവന്ന് കുഴിയിലേക്ക് ഒഴിക്കുന്നത്. അല്ലാതെ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ടില്ല, അപ്പൊ വ്യഭിചരിച്ചെന്ന് പറയുന്നതോ? എന്റെ ഭർത്താവ് കടന്നു പോകും. ആ നാട്ടിൽ 3-4 വ്യഭിചാരികളായ സ്ത്രീകളുണ്ട്. അവരുടെ പക്കത്തേക്ക്, അവരുടെ ചാരത്ത് പോയിട്ട് അവർക്ക് ആ ചില്ലറ കാശ് കൊടുത്തിട്ട് പറയും, സഹോദരിമാരെ, ഇത് വേണ്ട, പടച്ചവനെ കിട്ടപ്പെടൂല്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുവോ? ഈ കാശ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗം, നിങ്ങളുടെ ഉപജീവന മാർഗം നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അവരെ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സ്വഭാവം എന്റെ ഭർത്താവിനുണ്ട്. എന്റെ ഭർത്താവ് ചെയ്തത് നന്മകളാണ്, പക്ഷേ ആളുകൾ കാണുമ്പോൾ അത് കുറ്റമാണ്. എന്റെ ഭർത്താവ് ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു, ഭർത്താവേ, നിങ്ങൾ ഇങ്ങനെ വ്യഭിചാരികളുടെ ചാരത്ത് പോയിട്ട്, കള്ള് ഷാപ്പിൽ പോയിട്ട് അതിന്റെ ഇടയിൽ നിങ്ങൾ മരിച്ചുപോയാ നിങ്ങളുടെ മയ്യത്താര് കുളിപ്പിക്കും? നിങ്ങളാര് പൊതിയും? നിങ്ങളാര് കബറെടുക്കും എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ മറുപടി അറിയോ? ഈ നാട്ടിന്റെ ഭരണാധികാരിയായ സുലൈമാനുൽ ഖാനൂനുണ്ട്, പടച്ചവനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ആളാ ആ സുലൈമാനുൽ ഖാനൂൻ. എന്റെ മയ്യത്ത് പൊതിയും, എന്റെ മയ്യത്ത് നിസ്കരിക്കും, എന്റെ മയ്യത്ത് കുളിപ്പിക്കും എന്ന് പറയുമ്പോ അതിപ്പോഴാ എനിക്ക് മനസ്സിലായത് തങ്ങളെ. ഒരു മനുഷ്യനെ പറ്റിയും നമ്മൾ അവന്റെ പുറംപൂച്ച് നോക്കിയിട്ട് അവനെ വിലയിരുത്തരുത്, അല്ലേ? നമ്മളിപ്പോ ആരെങ്കിലും ഒരാളുമായിട്ട് വഴിയോരത്ത് നിന്നിട്ട് ഇപ്പൊ സംസാരിക്കുന്ന എന്താ പറയും? അവനാള് തീരെ ശരിയല്ല,
അവൻ ആള് തീരെ ശരിയല്ല. അവ അങ്ങനെ ഇങ്ങനെ പച്ച ഇറച്ചി ഇങ്ങനെ തിന്നോണ്ട് നടക്കും, മറ്റുള്ളവരെ കുറ്റം പറയും, ആക്ഷേപിക്കും. അവന്റെ കയ്യിൽ ഇല്ലാത്ത പണിയും ഇല്ലട ചങ്ങായി, അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരല്ലേ നമ്മള്? വേണ്ട. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് വെറും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രണ്ടുപേർ, ആണുങ്ങളാകട്ടെ സഹോദരിമാരാകട്ടെ, സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോ നമ്മൾ അതിനെ മോശമായി ചിത്രീകരിക്കരുത്. പാടില്ല, മോശമായി ചിത്രീകരിക്കരുത്. അതിലൂടെ ഒരുപക്ഷെ അവർ സംസാരിക്കുന്നപ്പോൾ നന്മകളായിരിക്കും, സന്തോഷങ്ങളായിരിക്കും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പറയാം, അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഓതാറുണ്ട്, ഇല്ലേ? നമ്മുടെ നാവ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിന്റെ ഈ നോമ്പ് നിന്റെ ഇതേ നാവ് കൊണ്ട് നീ അതിനെ കളയരുത്, നീ അതിനെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. നീ ഒരുപാട് നിസ്കരിക്കുന്നവനാണെങ്കിലും, ഒരുപാട് നോമ്പ് നോക്കുന്ന പെണ്ണാണെങ്കിലും, നിന്റെ ഈ ഒരു നാവിന്റെ ഒരു സെക്കൻഡ് മതി അള്ളാഹുവിന്റെ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയാൻ. ആരോടെ പറയണത്? സയ്യിദുനാ അലിയൻ ഖറമഹുല്ലാഹ്, അലി ഇബ്നു അബീ താലിബ് തങ്ങളോടാണ്. അലിയാർ നിങ്ങൾ കളവ് പറഞ്ഞിട്ടാണോ? അല്ല. അലിയാർ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടാണോ? അല്ല. അലിയാർ നിങ്ങൾ മോശമായിട്ടാണോ? അല്ല. നമുക്ക് വേണ്ടിയാണെന്ന് അവരുടെ സംസാരം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സംസാരിച്ച ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ? അള്ളാഹു നമ്മുടെ നാവിനെ സൂക്ഷിക്കാനുള്ള സന്തോഷം നൽകട്ടെ. ഒന്ന് പറയും, എന്തൊരു മടി, അള്ളാഹു അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഈ നാട്ടുകാരെ പറ്റി എനിക്ക് അധികമൊന്നും പറയണ്ട, നന്നായിട്ടറിയാം, നല്ല ഉഷാറാണ്. പിന്നെ ഇനിയിപ്പോ നോമ്പൊക്കായന്റെ ക്ഷീണം ഉണ്ടാവും, എന്നാലും ഉറക്കെ പറയും, അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അതെ, നിർത്താറായിട്ടുണ്ടോ? അതും അറിയില്ലല്ലോ, നിർത്താറായിട്ടുണ്ടോ? എന്താ ഞങ്ങൾ മിണ്ടാത്ത? ഇല്ലല്ലേ? നിങ്ങളെ ഞാൻ ചോദിച്ചില്ല. അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. നിങ്ങളുടെ ആമയും കുറയുമ്പോൾ അങ്ങനെ ഒരു ഇഷ്കാല് തോന്നുന്നു, ചിലര് സംശയം തോന്നാം. എന്താ നോക്കി നിങ്ങൾ നാലിപ്പുറം ഉസ്താദ കണക്കുള്ളവരൊക്കെ ഈ പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഇരിക്കണ ഉസ്താദ്മാർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, എന്നെക്കാളും എനിക്കൊന്നും ഇല്ല, ഇവരിരിക്കുന്നവർക്കൊക്കെ അൽഹംദുലില്ലാഹ് ഇൽമിന്റെ ബഹറുകളാ. നമ്മുടെ സ്റ്റേജിലുള്ളവര്, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പല ഉസ്താദുമാരുണ്ട്. അവരൊക്കെ എന്തിനാ വന്നതെന്നറിയോ? ഞാൻ ഈ പറയുന്ന കാര്യം അവർക്ക് അറിയാഞ്ഞിട്ടല്ല. അവര് വന്നത് ഈ സദസ്സിന്റെ മഹാത്മ്യമുണ്ട്, അല്ലേ? ജീവിതം ഒന്നേ പറയുവതായിരുന്നാനേ, മനസ്സുകളേറ്റവും കരഞ്ഞു കണ്ണിൽ പോയി എന്നാനേ, ഖൽബ് തണുത്തു പോയാനേ. ഇല്ല റഹ്മാനേ, കനിവത് ചെയ്യണം കോനേ, നിന്റെ റിളായിലായി എന്നെ നീ നാടത്തണം കോനേ, കരുണകളേറ്റിടേണേ. പാപമെല്ലാമേ മാറ്റി ജീവിക്കാനാണ് ഏറ്റവും പൂതി കൽവിൽ കൊണ്ടുവന്നാനേ, കനിവുകൾ നൽകിടം കോനേ. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ പുറത്ത് സന്തോഷത്തോടുകൂടി പോവാനാണ്, നമ്മുടെ ഇബാദത്തുകൾ സൂക്ഷിക്കാനാണ്, സന്തോഷത്തിന്റെ വഴിയിലൂടെ, ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്. അപ്പോ ഈ സദസ്സിൽ വന്ന ഒരാളും പാഴാകൂല. അല്ലാഹുവേ, ഒരുമിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടന്നു പോകാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ കൊണ്ടുവന്നതിൽ നല്ലൊരു ഹദിയ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കൊന്ന് ചൊല്ലിക്ക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. കുറക്കല്ലേ, അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. اغفر لي ذنوبي يا رب العالمين. ഇവിടെ വെച്ച് ചെല്ലിപ്പിക്കണ വെറുതെ അല്ല, ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്, ദുആക്ക് ഉത്തരം ഉറപ്പാണ്. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. അല്ലാഹുവേ,
ഞങ്ങൾ ഈ ചൊല്ലതിന് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ നോറ്റുവീട്ടിയ നോമ്പുകൾ അതിന്റെ പ്രതിഫലം എവിടെയും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് തന്നെ നൽകണേ അല്ലാ. ഇത് കാരണത്താൽ പാപങ്ങൾ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ സ്വന്തമായിട്ട് വീക്ഷിക്കണം. നമ്മൾ സ്വന്തമായിട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആര് നന്നാക്കാനാണ്? അൽഹംദുലില്ലാഹ് ഒരുപാട് വാളൊക്കെ നമ്മൾ കേൾക്കും, ഒരുപാട് വാളുകൾ നമ്മൾ കേൾക്കും. എന്നാൽ സ്വന്തം മനസ്സുകൊണ്ടുകൂടെ കരുതണം, പടച്ചവനെ നന്നാവണമെന്ന്. അപ്പോഴൊരു ഈമാനികമായ മാറ്റം നമ്മുടെ ഖൽബിലേക്ക് വരുള്ളൂ. അല്ലാതെ ഫിത്നയും വസാദൊക്കെ പറഞ്ഞ അല്ലാഹ് പറയും, നീ ചെയ്തതിന്റെ ശിക്ഷ നിനക്ക് ഉറപ്പാണ്. ഇല്ലേ? എപ്പോഴും ഞാൻ നിങ്ങൾ ഓതാറുണ്ട് ആയത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ, ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഖീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ ألم نأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു മനുഷ്യന്മാരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സമയമുണ്ട്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഞാൻ പറഞ്ഞതിന്റെ പേര് നിങ്ങൾ ആമീൻ പറയരുത്, നിങ്ങളുടെ മനസ്സിൽ തട്ടി പറയണം, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അല്ലാഹ് പറയാൻ, എടാ നിനക്ക് മുന്നറിയിപ്പുകാരൊക്കെ വന്നില്ലേ നോമ്പ് നല്ലതുപോലെ നോറ്റ് വീട്ടാൻ? തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണമെന്ന് പറയാൻ. അഖീമുസ്സലാ, നിസ്കാരത്തെ നിലനിർത്തണമെന്ന് പറയാൻ. സക്കാത്ത് കൊടുക്കണമെന്ന് പറയാൻ. ഓരോന്നും പറയാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? ചില മനുഷ്യന്മാര് പറയും, പടച്ചോനെ ബലാ ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൊക്കെ വന്നിട്ടുണ്ട് അല്ലാഹുവേ, ഫകദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ. പക്ഷേ നിന്റെ ഖുർആനിലൂടെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കളവാക്കി പടച്ചവനെ. അങ്ങനെ പറയുന്നവർ തൊട്ടിയിരിക്കുന്ന മുഴുവൻ ഉമ്മത്തുകളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പെട്ടില്ലേ? അങ്ങനെ കാണാൻ മനുഷ്യരെ പറഞ്ഞു പോയ അല്ലാഹു തആല പറയുന്നത് എന്താ? ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബ്തീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമാ وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا فكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا ولن نزيدكم إلا عذابا. അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പടച്ച റബ്ബ് പറയും, ജസാഅൻ വിഫാഖ, യോജിച്ച ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ നിന്നോട് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. ഉമ്മമാരെ ശ്രദ്ധിക്കണം, ഈ ചൂട് സമയം നമ്മളിലേക്ക് വരുമ്പോ അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും അലിയാർ തങ്ങളും അവസാനം പറഞ്ഞതും അല്ലാഹുവിന്റെ നരകമാണ്. അതുകൊണ്ട് അപ്പ അങ്ങോട്ട് വരാം, അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹ് പറയാൻ, ജസാഅൻ വിഫാഖ, നീ എന്ത് വിചാരിച്ചു ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ ചെയ്തു കൂട്ടിയ ഒന്നും എന്റെ പക്കൽ ഇല്ലെന്നാണോ? വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബാ ഇഖ്റാ കിതാബക, വായിച്ചോ നിന്റെ കിതാബ്. നീ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് നോറ്റിട്ട് നിന്റെ നാവ് സൂക്ഷിക്കാത്തത്, നിന്റെ മനസ്സ് സൂക്ഷിക്കാത്തത്, നിന്റെ ഓരോ അവയവങ്ങളെ സൂക്ഷിക്കാത്ത, പിടിച്ചോ, വായിച്ചു. അല്ലാഹുവേ, പെട്ടുപോകും മനുഷ്യന്മാർ അല്ലേ? ഫദൂഖൂ വലൻ നസീദകും ഇല്ലാ അദാബാ, ഇവിടെ വേദനാജനകമായ ശിക്ഷയല്ലാതെ ചൂടല്ലാതെ ഒന്നുമില്ല, അനുഭവിച്ചോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.